ഹായ്, നമസ്കാരം. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അനുമതി വാങ്ങാതെ, പെർമിറ്റ് ഒന്നും എടുക്കാതെ നമുക്ക് എന്തെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം വീടുമായി ബന്ധപ്പെട്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രധാനമായും അനുമതി വാങ്ങാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വീടുകളുടെ മെയിൻ്റനൻസ് വർക്കുകളാണ്. ഒരു ജനൽ വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ജനൽ മാറ്റി സ്ഥാപിക്കുന്നു, കതവ് പുതിയതായിട്ട് ഒരെണ്ണം വെക്കുന്നു, അതുപോലെ വീടിനകത്തെ ഭിത്തികൾ ഏതെങ്കിലും ഇടിച്ചു കളയുന്നു, അല്ലെങ്കിൽ പുതുതായിട്ട് കെട്ടിത്തിരിക്കുന്നു. ഇതിനൊന്നും സാധാരണയായി അനുമതി ആവശ്യമില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ വരുത്തുകയാണെങ്കിലോ, അല്ലെങ്കിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു റിനോവേഷൻ നടത്തി എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നു, ഒരു പുതിയ റൂം ഇറക്കുകയൊക്കെ ആണെങ്കിൽ അതിന് സാങ്ഷൻ വാങ്ങേണ്ടതാണ്. ഇപ്പം കാർ പോർച്ചിന്റെ മുകളിൽ ഒരു പുതുതായിട്ട് ഒരു റൂം ഇറക്കുന്നു, ഇല്ലെങ്കിൽ അവിടെ ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ സൈഡൊക്കെ മറയ്ക്കുന്നു, അതിപ്പോൾ ഗ്രില്ല് വെച്ച് മറച്ചാൽ പോലും അതിന് സാങ്ഷൻ വാങ്ങേണ്ടതാണ്. വെറുതെ ഷീറ്റ് ഇടുകയാണെങ്കിൽ സാങ്ഷൻ വാങ്ങേണ്ട ആവശ്യമില്ല. സൈഡുകൾ മറയ്ക്കുകയാണെങ്കിൽ സാങ്ഷൻ വാങ്ങിയേ മതിയാവും. അതുപോലെ കിണർ കുഴിക്കുന്നതിന് സാങ്ഷൻ വാങ്ങേണ്ടതാണ്. ഈ മതിലുകൾ നിർമ്മിക്കുമ്പോൾ, ഇപ്പൊ ചുറ്റുമതിൽ നിർമ്മിക്കുമ്പോൾ പൊതുവഴി ഉണ്ടെങ്കിൽ, ഒരു ചെറിയ വഴിയാണെങ്കിൽ പോലും ആ വഴിയിൽ മതിലുകൾ നിർമ്മിക്കണമെങ്കിൽ അതിനും അനുമതി വാങ്ങേണ്ടതാണ്. അതുപോലെ ഒരു പൊതുവസ്തുവിനോട് ചേർന്നാണെങ്കിലോ, ഒരു പൊതു ജലമാർഗത്തിനോട് ചേർന്നാണെങ്കിൽ ഒക്കെ അനുമതി വാങ്ങാതെ നമുക്കവിടെ മതിലുകൾ കെട്ടാൻ പറ്റില്ല. അതുപോലെ നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഓഫീസോ കടയോ ഒക്കെ ആക്കി മാറ്റുകയാണെങ്കിൽ അതിനൊക്കെ അനുമതി വാങ്ങേണ്ടതാണ്. അപ്പം നമുക്ക് പ്രധാനമായി നിർമ്മാണ അനുമതി വാങ്ങാതെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും മെയിൻ്റനൻസ് വർക്കുകൾ, അതുപോലെ ഇൻറ്റീരിയർ വർക്കുകൾ, അതുപോലെ ഷീറ്റ് ഇടുമ്പോൾ അതിൻ്റെ സൈഡ് മറയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിലും അനുമതിയുടെ ആവശ്യമില്ല. അതുപോലെ ഈ പുതിയ സാമ്പത്തിക വർഷം 2025 ഏപ്രിൽ മുതൽ ഈ പുതിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള ബിൽഡിങ്ങിന്റെ പെർമിറ്റിന് അപേക്ഷിക്കുന്നത് 2024 മുതൽ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനിലും ഒക്കെ കെ-സ്മാർട്ട് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് നമ്മൾ ഈ കെട്ടിടത്തിന്റെ പ്ലാനൊക്കെ സമർപ്പിക്കുന്നത്. ഇപ്പൊ ആ സൗകര്യം ഈ 2025 ഏപ്രിൽ 10 മുതൽ ത്രിതല പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം പഞ്ചായത്തുകളിലും ഈ ബിൽഡിംഗ് പെർമിറ്റ് ഒക്കെ അപേക്ഷിക്കേണ്ടത് ഈ കെ-സ്മാർട്ട് എന്ന ആപ്ലിക്കേഷൻ വഴിയാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓൺലൈനിൽ പെർമിറ്റിന് അപേക്ഷിച്ച് 6 മുതൽ 10 സെക്കൻഡിനുള്ളിൽ കെട്ടിടത്തിന്റെ പ്ലാൻ നിയമാനുസൃതമാണോ എന്ന് അറിയാൻ കഴിയും എന്നാണ് പറയുന്നത്. ഒരു 7 തരം സർട്ടിഫിക്കറ്റുകൾ അതിൽ കൂടെ ലഭിക്കും. നമ്മളെ പിന്നെ ജനനമരണം മുതൽ വിവാഹ രജിസ്ട്രേഷൻ, കെട്ടിട നികുതി, കെട്ടിട നിർമ്മാണ അനുമതി എല്ലാം ഇനി ഈ കെ-സ്മാർട്ട് വഴിയാണ്. അങ്ങനെ ഒരു വലിയ മാറ്റം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഇൻഫർമേഷനുകളുമായി വീണ്ടും എത്താം. വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.